നമ്മളുടെ രൂപതയുടെ ഏറ്റവും പ്രൗഢഗംഭീരമായ ഈ കോളേജിൻ്റെ ക്യാമ്പസിലാണ് നമ്മൾ. ഈ നാടുകളിലെല്ലാം ഈ കോളേജും ഈ ക്യാമ്പസും വളരെ അധികം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ കരുണ സമൃദ്ധമായിട്ട് നമുക്ക് ലഭിച്ച ഒരു അവസരമായിരുന്നു ഇത്. ഈ കോളേജിൻ്റെ ഈ സൗകര്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ ഈ ദേശത്തുള്ള ഇതര മതസ്ഥർക്ക് കൂടി ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന തിരുവചനത്തിൻ്റെ ആ ഒരു പരിശുദ്ധി ലഭിക്കാൻ വേണ്ടിയാണ്. പല സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും കോളേജ് വളരെ ധാരാളമായിട്ട് ഈ സൗകര്യങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകുന്നതും. ഞാൻ കോളേജിൻ്റെ മാനേജരോടും പ്രിൻസിപ്പലിനോടും വൈസ് പ്രിൻസിപ്പലിനോടും ബർസാറോടും എല്ലാം പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. രൂപതയുടെ ഒരു ആവശ്യം ആണെന്ന് കാണുമ്പോൾ കോളേജ് ടീം അതിനോട് പൂർണ്ണമായിട്ട് ചേർന്ന് നിൽക്കുകയും രൂപതയുടെ മുഖ്യ ചിന്തകളൊക്കെ ഈ കോളേജിൽ തന്നെ പിറന്നു വീഴണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് അവരെല്ലാം. അതുപോലെ ഇവിടുത്തെ തൊട്ടടുത്ത അച്ഛന്മാർ, വിയാരി, കരുണാപുരം വിയാരി, ഇവരെല്ലാവരും ഇവിടെയുണ്ട്. കരുണാപുരം പള്ളി മനോഹരമായിട്ട് പുതുക്കിപ്പണിതും സമ്പന്നമായ ഒരു ത്രോണോസാണ് അച്ഛന് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ വിസിറ്റിയും വെഞ്ചരിപ്പുമായിരുന്നു. ആ പള്ളി കണ്ടിട്ടില്ലാത്തവർ ഇപ്പോഴൊന്ന് കയറി ആ മദ്ബഹ ഒന്ന് കണ്ടിട്ട് പോകുന്നത് വളരെ അനുഗ്രഹദായകമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. നമ്മളുടെ സഭയുടെ ശ്രേഷ്ഠമായ ചിന്തകളും പാരമ്പര്യങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത് പണിതിരിക്കുന്ന നല്ല ഒരു ദേവാലയമാണിത്. നമ്മളിന്ന് നമ്മളുടെ ബൈബിൾ കൺവെൻഷൻ്റെ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മത്തിലാണ്. നസ്രാണികളുടെ പൗരാണികമായ പാരമ്പര്യത്തിൽ വിവാഹത്തിനും മറ്റ് വീട്ടാഘോഷങ്ങൾക്കും പന്തലിടുമ്പോൾ അതിൻ്റെ ആദ്യ കാൽനാട്ടിൽ വലിയ ആഘോഷ നിമിഷങ്ങൾ ആക്കി മാറ്റാറുണ്ടായിരുന്നു. പന്തലിൻ്റെ ആദ്യ കാൽനാട്ടുമ്പോൾ നമ്മുടെ പൂർവികന്മാർ മാർത്തോമ്മൻ പാട്ടിൻ്റെ ശീലുകൾ പ്രാർത്ഥനയായി കീർത്തനങ്ങളായിട്ട് ഉപയോഗിക്കുമായിരുന്നു. മാർത്തോമ്മൻ നന്മയാൻ ഒന്നു തുടങ്ങുന്നു, നന്നായി വരണമേ ഇന്ന് ഉത്തമനായ മിശിഹ തിരുവുള്ളം ഉണ്മയെടും നൽക വേണം. കന്ദീശനായ നെടുന്നള്ളി വന്നിട്ട് കർപ്പൂര പന്തലകമേ ആലാഹനായനും അൻപൻ മിശിഹായും കൂടെ തുണയ്ക്കായി ഇവർക്ക്. ഇതായിരുന്നു നമ്മളുടെ നസ്രാണി മാർഗത്തിൻ്റെ വലിയൊരു കാതലായിട്ട് വിശിഷ്ടാവസരങ്ങളിലൊക്കെ പന്തലിടുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന കീർത്തനം. അത് ശ്ലീഹായെക്കുറിച്ചാണ്, ഈശോയെക്കുറിച്ചാണ്, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചാണ്, നമ്മളുടെ സഭയുടെ ചരിത്രത്തെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ മഹത്തായ ഈ കർമ്മം നടത്തുമ്പോൾ മാർത്തോമാ ശ്ലീഹ വചനം പാകി മുളപ്പിച്ചെടുത്ത നല്ല വയലാണ് നസ്രാണികൾ. നസ്രാണി വിത്ത് വീര്യമുള്ളതും ഗുണമേന്മയുള്ളതും ശക്തിയുള്ളതുമായിരുന്നു. അതുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് ഈ വലിയ രാജ്യത്ത് നമ്മളുടെ ഗുണമേന്മയുള്ള ശുശ്രൂഷകളെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചത്. പലായുടെ ഹൃദയമാകുന്ന ഈ പന്തലിൽ പരിശുദ്ധ ത്രിത്വത്തോടൊപ്പം പന്തിക്കിരിക്കാനുള്ള വേദിയാണ് പാല ബൈബിൾ കൺവെൻഷൻ. ഇത് വചനം വിളമ്പുന്ന പന്തലാണ്. എസെക്കിയേൽ നബി വചനത്തിൻ്റെ ചുരുൾ ഭക്ഷിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് മധുരമായി അനുഭവപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ് എന്ന് സങ്കീർത്തകനും പറയുന്നുണ്ട്. വചനം മാംസമായി
നമ്മുടെ ഇടയിൽ വസിച്ചതിനെ ധ്യാനിക്കുന്ന ഈ മംഗള വാർത്താ കാലത്തിൽ അനേകർക്ക് വചനം വിളമ്പാനുള്ള പന്തലാണ് നമ്മളിവിടെ നിർമ്മിക്കാൻ പോകുന്നത്. യു ആർ വാട്ട് യു ഈറ്റ് എന്നൊരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലുണ്ടല്ലോ. നീ എന്തു ഭക്ഷിക്കുന്നുവോ നീ അതായിത്തീരും. നീ വചനം ഭക്ഷിച്ചാൽ നീയും വചനമായി തീരും. വചനം നമ്മുടെ ജീവിതത്തിലും അപ്പോൾ മാംസം ധരിക്കും. മംഗളവാർത്ത കാത്തിരിപ്പിൻ്റെ കാലമാണ്. തിരുപ്പിറവിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ഞായറാഴ്ച തിരുവചനത്തിലും ഇടയലേഖനത്തിലും എല്ലാം നമ്മൾ ശ്രമിച്ചത്. നമ്മുടെ രൂപതയാകുന്ന വീടിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ് ബൈബിൾ കൺവെൻഷൻ. പന്തലിന് ആദ്യകാൽ നാട്ടിക്കൊണ്ട് നമ്മളിന്ന് ആഘോഷത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. ഇതുപോലുള്ള മൈതാനങ്ങൾ, മലകൾ, സമുദ്രതീരങ്ങളൊക്കെയാണല്ലോ ഈശോ തൻ്റെ വചന പ്രഘോഷണ വേദിയാക്കി ഉപയോഗിച്ചിട്ടുള്ളതും. ഈശോ നടത്തിയ ബൈബിൾ കൺവെൻഷനുകളുടെ തുടർച്ചയാണ് നമ്മളുടെ കൺവെൻഷനും. കൺവെൻഷൻ എന്ന വാക്കിന് കൂടിവരവ് എന്ന് മാത്രമല്ല പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ എന്നുകൂടെ അർത്ഥമുണ്ടല്ലോ. പാലാരൂപത പതിവായി ചെയ്യുന്ന ഒന്നാണ് ഈ ബൈബിൾ കൺവെൻഷൻ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പാലായിക്ക് പതിവായി ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ബൈബിൾ കൺവെൻഷൻ. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന പൗലോസ്ലീഹായുടെ മനോഭാവമാണ് പല രൂപതക്കാരായി നമ്മെ നയിക്കുന്നത്. പതിവ് തെറ്റാതെ 43 വർഷങ്ങൾ ആയിട്ട് നമ്മളിത് തുടരുകയാണ്. നമ്മുടെ വലിയ പിതാക്കന്മാർ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. റീച്ചിങ് ദ ഗോസ്പൽ ഈസ് ലൈക്ക് എ ബെഗർ ഷോയിങ് അനദർ ബെഗർ വെയർ ടു ഫൈൻഡ് ദ ബ്രെഡ് എന്ന് വേദശാസ്ത്രികൾ പറയാറുണ്ട്. ഒരു യാചകന് മറ്റൊരു യാചകനോട് എവിടെ നിന്നാണ് അപ്പം കിട്ടിയത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ക്രമമാണ് ദൈവവചന പ്രഘോഷണം എന്നുള്ള ആ ഒരു ചിന്തയും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഈ ദിവസത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട അരിമറ്റത്തിലച്ഛനും അച്ഛൻ്റെ ഓഫീസ് ബെയറേഴ്സും ബഹുമാനപ്പെട്ട ബെത്താനത്തച്ഛൻ്റെ ഡയറക്ഷൻസ് എല്ലാം കേട്ട് തീവ്രമായ രീതിയിൽ ഒരുങ്ങുകയായിരുന്നു. അച്ഛന്മാരെ കണ്ടു, ഉന്മായക്കാരെ കണ്ടു, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ചെറിയ സർക്കുലർ നമ്മൾ കൊടുക്കുന്നതിന് പകരം ഇടയലേഖനമാണ് നമ്മൾ ഈ വർഷം കൊടുത്തത്. നമ്മുടെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപനമായിട്ട് പോലെ നമ്മൾ കരുതുന്ന ഒരു കാര്യവും കൂടിയാണ് ഈ ബൈബിൾ കൺവെൻഷൻ. എല്ലാവരും ഈ പന്തലിലേക്ക് കടന്നു വരണം. ഇന്നലെ അൽഫോൻസ ഷ്രൈനിൻ്റെ മുഖ്യ കവാടം നമ്മൾ തുറന്നു. ആ കവാടത്തിലും എൻ്റെ വ്യക്തിപരമായ ഒരു പ്രാർത്ഥന, എല്ലാ അച്ഛന്മാരും ജനുവരി 6 മുമ്പ് ആ കവാടത്തിൽ കൂടെ ഒന്ന് കടന്ന് അൽഫോൻസാമ്മയുടെ ടൂമ്പ് ഒന്ന് ചുംബിച്ച് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. നമ്മളുടെ വിശുദ്ധീകരണത്തിനും നമ്മളുടെ ആധ്യാത്മികമായ വളർച്ചയ്ക്കും അത് വളരെയേറെ അനുഭവപ്പെടും. എല്ലാ ആത്മാരും അത് ചെയ്യേണ്ടതാണ്. പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുകൾ കാണാം. എങ്കിലും ഹയർ സെക്കൻഡറി കുട്ടികൾ, യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവർ, DCMS, AKCC, വിൻസെൻ്റ് ഇപ്പോൾ തുടങ്ങിയ സംഘടനകളെല്ലാം ഈ ദിവസങ്ങളിൽ അവിടെ പിൽഗ്രിംസായിട്ടെത്തി ആ കവാടത്തിലൂടെ കടന്ന് അമ്മയുടെ ഖബറിൽ എത്തണമെന്ന് നിങ്ങളെല്ലാവരെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് കൂടുതൽ വിശുദ്ധിയിലും ഐക്യത്തിലും സഭയുടെ പ്രബോധനങ്ങളിലും ദൈവാരാധനയിലുമൊക്കെ ഉറച്ചു നിന്ന് വളരാനുള്ള വലിയൊരു അവസരം കൂടിയാണത്. ഈ പന്തലിലും നമ്മുടെ നിർദ്ദിഷ്ട ദിവസങ്ങളിൽ രൂപത മുഴുവനും ഒന്നിക്കണം. അതിനുവേണ്ടിയാണ് ഈ വിശാലമായ സൗകര്യങ്ങളെല്ലാം നമ്മളിതുപോലെ ഒരുക്കി എല്ലാവർക്കുമായിട്ട് നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കരിസ്മാറ്റിക് പ്രേയേഴ്സ് അംഗങ്ങൾ, ബൈബിൾ കൺവെൻഷൻ്റെ ഉപദേഷ്ടാക്കൾ, ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓഫീസിൽ പ്രവർത്തിക്കുന്നവർ, പ്രിയങ്കരനായ പള്ളി ജോണിച്ചൻ എല്ലാ വർഷവും ഇവിടെ സന്നിഹിതനാണ്. വൈദികർ ഏറെ പേര് ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അതെല്ലാം പ്രിയപ്പെട്ട അരിമറ്റത്തിലച്ഛൻ്റെ ആ ഒരു പ്രാർത്ഥനാപൂർവമായ സമീപനവും അദ്ദേഹം എടുക്കുന്ന നിലപാടുകളുടെ ഒരു ഐക്യത്തിൻ്റെ ഭാഗവുമായിട്ടാണ് കാണുന്നത്. പ്രിയങ്കരനായ മോൺസിഞ്ഞോർ ബത്താനം
അതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ശക്തമായ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ആ ടീമിനെ എല്ലാം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. കോളേജിനെ ഒരിക്കൽ കൂടി ഞാൻ ഓർത്ത് ദൈവത്തിന് സമർപ്പിക്കുന്നു. നമ്മൾ ഭാഗ്യപ്പെട്ടവരാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ഇവിടെ വന്ന് ഇറങ്ങിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. നമുക്ക് ലഭിച്ച മഹത്തായ ഒരു ഭാഗ്യമാണ്, ഒരു ചരിത്ര സംഭവമാണ്. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഈ വർഷത്തെ ബൈബിൾ കൺവെൻഷനിൽ ഈ ഗ്രൗണ്ട്സ് നിറഞ്ഞ് കവിഞ്ഞ് നമ്മളുടെ വിശ്വാസികൾ ഉണ്ടാകണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.